നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ 2026 മെയ്യിൽ മുഖ്യമന്ത്രിയാവാൻ പോകുന്ന നേതാവ് ഇറക്കേണ്ട സർക്കാർ ഉത്തരവ് കസേരയൊഴിയാൻ തയ്യാറെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറെടുക്കുമ്പോൾ സാധാരണഗതിയിൽ വിവേകമുള്ള ഭരണാധികാരികൾ നയപരമായ തീരുമാനം പ്രഖ്യാപിക്കാറില്ല. അത് അടുത്ത മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് എന്ന നയം സ്വീകരിച്ച് പിന്മാറാറാണ് പതിവ്. എന്നാൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന സെൻസസിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു കാരണവശാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കില്ലെന്നാണ് പിണറായി വിജയന്റെ വെല്ലുവിളിച്ച് ഉത്തരവിറക്കിയത്. കേരളം ഇന്ത്യയിലാണോ എന്ന ആ സംശയം ആരെങ്കിലും ഉന്നയിക്കാതിരുന്നാൽ ഭാഗ്യം. 2019 തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒരു കാരണവശാലും NPR കേരളത്തിൽ നടപ്പാക്കില്ല എന്നത് LDF സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് കാരണം പിന്നീട് സെൻസസ് നടപടിക്രമങ്ങൾ നടന്നില്ല. 2027 മുതൽ രാജ്യത്താകെ സെൻസസ് നടപടികൾ വീണ്ടും തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സെൻസസിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കൂടി നടത്തിയേക്കും എന്ന ശ്രുതി നിലനിൽക്കുന്നത്. 2027 സെൻസസിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു കാരണവശാലും NPR നടപ്പാക്കില്ല എന്ന് ഉറപ്പാക്കാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിലായിരുന്നു. ഈ ഉത്തരവിൽ സംസ്ഥാനത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും 20/12/2019 മുതൽ നിർത്തിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സംസ്ഥാനത്ത് നടത്താനോ ഇതുമായി സഹകരിക്കാനോ നിവർത്തിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറെ സംസ്ഥാനം 2019 അറിയിച്ചിരുന്നു. സംസ്ഥാന തീരുമാനം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരായ IASകാർക്ക് കേന്ദ്ര തീരുമാനം അംഗീകരിക്കാതിരിക്കാനാവില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും പൊതുജനങ്ങളുടെ ഭയാശങ്ക അകറ്റുകയും ക്രമസമാധാന നില ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായതിനാലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ സെൻസസ് പ്രക്രിയയുമായി സർക്കാർ പൂർണ്ണമായും സഹകരിക്കുമെന്ന ഇരട്ടത്താപ്പും സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുണ്ട്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ദേശീയ പൗരത്വ രജിസ്റ്ററിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. അതിനാൽ പൊതുജനങ്ങൾക്കിടയിൽ ഭയാശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നിവ സംസ്ഥാനത്ത് നടപ്പാക്കുകയാണെങ്കിൽ അത് വ്യാപകമായ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും. ഇതിനകം ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ അനുഭവം ഇതിന് ഉദാഹരണമാണ്. ദേശീയ ജനസംഖ്യ രജിസ്റ്റർ നടപടികളുമായി മുന്നോട്ട് പോയാൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും സംസ്ഥാന പോലീസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പിനോടൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കാൻ ശ്രമിച്ചാൽ സെൻസസ് തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ വരുമെന്ന് ജില്ലാ കളക്ടർമാരും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ആരാഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ 131 അനുച്ഛേദ പ്രകാരം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്ന നടപടി നേരത്തെ തന്നെ സർക്കാർ നിർത്തിവെച്ചിട്ടുണ്ട്. ദേശീയ പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററും നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ജനങ്ങൾക്കിടയിലും വലിയ ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മത സാമുദായിക സംഘടനാ നേതാക്കളുടെയും യോഗം ഡിസംബർ 29 മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. ജനങ്ങളുടെ ആശങ്ക ഈ യോഗവും പങ്കുവയ്ക്കുകയുണ്ടായി. തുടർന്ന് നിയമസഭ ചേർന്ന് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ഏകകണ്ഠമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. സംസ്ഥാന സർക്കാർ സഹകരിക്കാതിരുന്നാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിച്ച് സെൻസസ് ജോലികൾ നിർവഹിക്കും. NPR പുതുക്കുന്ന ജോലികൾക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതും ചീഫ് സെക്രട്ടറിക്കാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിക്കാതിരുന്നാൽ ചീഫ് സെക്രട്ടറിക്ക് പണി കിട്ടും. എന്താണ് പൗരത്വ രജിസ്റ്റർ എന്ന് നോക്കാം. ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ? 1985 നിയമപ്രകാരം രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി മാറിയ 1950 ജനുവരി 26 വരെയും അതിനുശേഷം 1987 ജൂലൈ 1 വരെ രാജ്യത്ത് ജനിച്ചവർ ഇന്ത്യൻ പൗരന്മാരാണ്. 1987 മുതൽ 1 ശേഷം
2003 ഭേദഗതി നിയമത്തിന് മുൻപ് ജനിച്ചവർക്കും അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 2003 ശേഷം ജനിച്ചവർ അവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ പൗരന്മാരാണെങ്കിലോ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റൊരാൾ അനധികൃത കുടിയേറ്റക്കാരനല്ലാതിരിക്കുകയും ചെയ്താൽ ഇന്ത്യൻ പൗരനാകും. NPR അഥവാ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എന്താണ്? രാജ്യത്ത് താമസിക്കുന്നവരുടെ ബയോമെട്രിക് വിവരശേഖരണം, ജനസംഖ്യാ നിരക്ക് ശേഖരണം ലക്ഷ്യമിട്ടാണ് NPR കൊണ്ടുവരുന്നത്. രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും NPRൽ രജിസ്റ്റർ ചെയ്യണം. 1955 പൗരത്വ നിയമം, 2003 പൗരത്വ ചട്ടം എന്നിവ പ്രകാരം രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വില്ലേജ്, താലൂക്ക്, ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ തയ്യാറാക്കുന്നതാണ് NPR. NPRനൊപ്പം സെൻസസ് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടക്കും. സെൻസസിന്റെ ഭാഗമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നതാണ് കേന്ദ്രം പറയുന്നത്. NPRൽ പ്രദേശവാസി എന്ന് വിശേഷിപ്പിക്കുന്നത് 6 മാസമായി ഒരിടത്ത് താമസിക്കുന്നയാൾ അല്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് അവിടെ താമസിക്കാൻ പോകുന്നയാളെയാണ്. ജനസംഖ്യാ രജിസ്റ്ററിൽ പേര് ചേർക്കാൻ തെളിവോ രേഖകളോ ബയോമെട്രിക് വിവരങ്ങളോ ആവശ്യമില്ല. NPR ഫോമിലെ വിവരങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തേണ്ടവയാണെന്നാണ് സർക്കാർ പറയുന്നത്. ആധാർ, പാൻ നമ്പറുകൾ മുതലായവ വേണമെങ്കിൽ നൽകിയാൽ മതി. മാതാപിതാക്കളുടെ ജനന സ്ഥലം, തീയതി തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും ആ വിവരങ്ങൾ നൽകണമെന്ന് നിർബന്ധമില്ല. NPRലേക്ക് അവസാനം വിവരശേഖരണം നടത്തിയത് 2010, പുതുക്കിയത് 2015. ഇനി NRC അഥവാ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്താണ്? പൗരന്മാരുടെ പേര്, ജനന പൗരത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയുടെ ഡിജിറ്റൽ രജിസ്റ്ററാണ് ഇത്. ഈ പട്ടികയ്ക്ക് അടിസ്ഥാനമാക്കുക ഇന്ത്യൻ പൗരത്വ നിയമമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പലതവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുക. ഇത്രയുമാണ് സാങ്കേതിക വിവരങ്ങൾ. NRC ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചതും UPA സർക്കാരാണ്. 2012 രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് NRC നടപ്പിലാക്കാനാണെന്ന് ലോക്സഭയെ അറിയിക്കുന്നു. NRCക്ക് അടിസ്ഥാനമാക്കുക NPR ആണെന്നും മുൻ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു 2014 പാർലമെന്റിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു. അന്ന് രാജ്യം ഭരിക്കുന്നത് മോദി സർക്കാരാണ്. രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി 2019 ലോക്സഭയിൽ പ്രഖ്യാപിക്കുന്നു. ആശങ്കകൾ എന്തൊക്കെയാണ്? NPR NRCക്ക് വഴങ്ങിയാൽ അസം ആവർത്തിക്കുമോ? അസമിലേതുപോലെ രേഖകളില്ലാത്ത മുസ്ലിങ്ങൾ മാത്രം പൗരത്വത്തിൽ നിന്ന് പുറത്താകുമോ? രാജ്യമൊടുക്കും NRC കൊണ്ടുവരുമ്പോൾ അടിസ്ഥാന വർഷവും തീയതിയും നിശ്ചയിക്കണം. അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറയുമ്പോഴും NRCയെ പറ്റി സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും പിന്നീട് പറയുന്നു. 1950 ജനുവരി 26 ശേഷം വിദേശത്ത് ജനിച്ചവർ ആവശ്യമായ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കും. 1946 വിദേശ നിയമം, പാസ്പോർട്ട് നിയമം തുടങ്ങിയവ പ്രകാരം അത്തരക്കാരെ പിടികൂടി നാട് കടത്തും. ഇതാണ് ഇന്ത്യയുടെ പൗരത്വ നിയമം. എന്നാൽ അസമിന്റെ കാര്യത്തിൽ മാത്രം പൗരത്വ നിയമം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. 1985 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഒപ്പുവെച്ച അസം ഉടമ്പടി പ്രകാരം സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്നാണ് 2019 NRCയുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ ഉടമ്പടി പ്രകാരം 1971 മുതൽ 24 മാർച്ച് 24 അടിസ്ഥാന തീയതിയായി നിശ്ചയിച്ച് അതുവരെ കുടിയേറിയ വിദേശികൾക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ ഇത് 1950 ജനുവരി 26 സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് 3.3 കോടി അപേക്ഷകരുടെ രേഖകൾ ഒത്തുനോക്കി പരിശോധിച്ച് പട്ടിക 2019 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അസമിലെ 19 ലക്ഷം ആളുകൾ പുറത്തായി. അപേക്ഷയിൽ മതം രേഖപ്പെടുത്തേണ്ടതില്ലാത്തതിനാൽ പട്ടികയിൽ ഉൾപ്പെടാത്തവർ ഏതൊക്കെ മതക്കാരാണെന്നത് ഔദ്യോഗികമായി അറിയിക്കാനാവില്ല. 14 ലക്ഷം ഹിന്ദുക്കളും ബാക്കി മുസ്ലിങ്ങളും ആണെന്നത് പേരുകൾ നോക്കിയുള്ള ഏകദേശ അനൗദ്യോഗിക കണക്കുകൾ. UPA സർക്കാരിന്റെ കാലത്ത് തന്നെ NRC നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു. 2012 രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് NPR കൊണ്ടുവരുന്നത് NRC നടപ്പിലാക്കാനാണ് സർക്കാർ അന്ന് ലോക്സഭയിൽ പറഞ്ഞത്. ഇതാണ് മോദി സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിനായി ഉയർത്തി കാണിക്കുന്നത്. അതായത് എല്ലാം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്നും തങ്ങളത് നടപ്പിലാക്കുന്നു എന്നുള്ള വിധേയത്വം. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോഴും അവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. രാജ്യത്ത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും NRC വരുന്നതല്ല പ്രശ്നം. പക്ഷേ ആശങ്കകൾക്ക് അടിസ്ഥാനം പൗരത്വ നിയമ ഭേദഗതിയാണ്.
NRCയുടെ ഭാഗമായി പുറത്താക്കപ്പെടുന്നവരിൽ മതവിശ്വാസത്തിന്റെ പേരിൽ ഒരു വിഭാഗം മാത്രം പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതാണ് വിമർശകർ ഉയർത്തിക്കാണിക്കുന്നത്. സർക്കാർ പറയുന്നത് പോലെ നോക്കൂ, രാജ്യവ്യാപകമായി NRC നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറയുമ്പോഴും NRCയെ പറ്റി സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് പിന്നീട് പറയുന്നു. രാജ്യം ഒട്ടുമൊടുക്കും NRC കൊണ്ടുവരുമ്പോൾ അടിസ്ഥാന വർഷവും തീയതിയും നിശ്ചയിക്കണം. അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അസമിൽ അടിസ്ഥാനമാക്കാൻ 1951 പൗരത്വ പട്ടികയുണ്ടായിരുന്നു. അതുപോലെ ദേശീയ തലത്തിൽ പട്ടികയില്ല. 2021 സെൻസസ് പൂർത്തിയാക്കുമ്പോൾ ദേശീയ ജനസംഖ്യ രജിസ്റ്റർ നിലവിൽ വരും. NRCക്ക് ഒരുപക്ഷെ അത് അടിസ്ഥാനമുണ്ടാക്കിയേക്കുമെന്ന ആശങ്ക ശക്തമായി നിലനിൽക്കാൻ കാരണങ്ങളുണ്ട് താനും. UPA സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ ജനസംഖ്യ രജിസ്റ്ററിനുള്ള ഫോമിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ NPRന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതാണ് ഈ ഭീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 2020 NPRനായി മാതാപിതാക്കളുടെ ജനന സ്ഥലം, അവസാന താമസ സ്ഥലം, ആധാർ നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, വോട്ടർ ID നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ തുടങ്ങിയവയാണ് അധികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ ശേഖരിക്കുന്നത് ഫലത്തിൽ NRC നടപ്പാക്കാനുള്ള വിവരശേഖരണമായാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇവയൊന്നും നിർബന്ധമില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നുമുണ്ട്. പിന്നെന്തിനാണ് ഇവ ശേഖരിക്കുന്നത് എന്നത് ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം 2010 NPRനായി വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിരുന്നു. പുതുതായി NPRനുള്ള ഫോമിൽ ഈ ചോദ്യം എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതെന്തിനെന്ന് വ്യക്തമായില്ല. ചില NRC അസം മാതൃകയിലാകുമോ അല്ലയോ എന്ന് ഇപ്പോൾ വ്യക്തമായില്ല. തെളിവായി സ്വീകരിക്കുന്ന രേഖകൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. ഇത്രയധികം ആശങ്കകളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കാര്യം. എന്നാൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒരു നിയമം 2027 നടപ്പാക്കാൻ കഴിയില്ലെന്ന് 2026 സംസ്ഥാനം ഒഴിയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും?